അങ്ങനെ സംഗീത ചക്രവർത്തിനിയായിരുന്ന എസ് ജാനകിയുടെ മരണവാർത്ത ആ ശബ്ദത്തിന്റെ കെട്ടടങ്ങൾ നമ്മയെല്ലാം വേദനിപ്പിച്ചുകൊണ്ടായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുവാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ പശുവും ശിശുവും പാമ്പും പാട്ട് ഇഷ്ടപ്പെടുന്നതാ. അതുകൊണ്ട് പാട്ട് മനുഷ്യ ജീവിതത്തിന്റെ ഒരു അഭിവാജ്യ ഘടകമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പടുപാട്ട് പാടാത്ത കഴുത പോലും ഇല്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യവർഗത്തെ എല്ലാം സന്തോഷിപ്പാനും ധരിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമ്മളോട് മടങ്ങി വരാമെന്ന് പറഞ്ഞ് കടന്നുപോയ ഈശോ മിശിഹ അദ്ദേഹം വീണ്ടും വരുവാൻ പോകുകയാണ്. അദ്ദേഹത്തിന്റെ വീണ്ടും വരവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പാടുവാൻ പോകുന്നത്. അദ്ദേഹം സ്വർഗാരോഹണം ചെയ്യുന്ന വേളയിൽ ശിഷ്യന്മാർ പലരും തന്റെ അടുത്തുണ്ടായിരുന്നു. പെട്ടെന്ന് ശുഭ്രവസ്ത്രധാരികളായ രണ്ട് ദൂതന്മാരവിടെ പ്രത്യക്ഷരായി. ഈശോ ആ സന്ദർഭങ്ങൾ കൊണ്ട് തേജസ്ഫുരിത മുഖം പ്രാപിച്ച് ഒരു മേഘ ആവൃതനായി നിൽക്കുന്ന സമയമാണ്. ജാജ്വല്യമായ തന്റെ മുഖ തേജസ് വെട്ടി വാങ്ങിയപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സംഭവിക്കുവാൻ പോകുകയാണ്. അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്, ഞാൻ നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള സമയമായിരിക്കുന്നുവെന്ന് കാലേക്കൂട്ടി ഈശോ മിശിഹ അവരോട് പറഞ്ഞു. പെട്ടെന്ന് തന്റെ മുഖഭാവം മാറി, തന്റെ കാലുകൾ മന്ദം തറയിൽ നിന്ന് ഉയരുവാൻ തുടങ്ങി. പെട്ടെന്ന് ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്യുന്ന ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഈ പ്രഖ്യാപനത്തോടുകൂടെയാണ് ഈശോ മിശിഹ നമ്മെ വിട്ട് സ്വർഗാരോപണം ചെയ്ത് എന്നുള്ള കാര്യം നമ്മെ എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. നാം അത് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരുമാണ്. ഈശോ മിശിഹ വരും, യാതൊരു സംശയവുമില്ല. അതിനെ സംബന്ധിച്ച് ഈശോ മിശിഹായുടെ പ്രത്യക്ഷതയെ കുറിച്ച് അദ്ദേഹത്തെ ഉദയനക്ഷത്രം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ നാം പാടുന്നുണ്ട്, ഉദയ നക്ഷത്രം വാലേ ഉദിച്ചിടാറായി, പ്രഭയേറും പ്രഭാതം നീടുത്തിടാറായി. ഉദയ നക്ഷത്രം വാനി ഉദിച്ചിടാറായി, പ്രഭയേറും പ്രഭാതം നീടുത്തിടാറായി. തിരുസഭയെ വേഗം ഉണർന്നിടുക, രാജാധിരാജനെ എതിരേൽക്കുവാൻ. തിരുസഭയെ വേഗമുണർന്നിടുക, രാജാധിരാജനെ എതിരേൽക്കുവാൻ. ഇരുളേറും ഈ ലോകയാത്രയിൽ നാം ഇരുളിന്റെ പ്രവൃത്തികൾ ഉരിഞ്ഞിടുക. ഇരുളേറും ഈ ലോകയാത്രയിൽ നാം ഇരുളിന്റെ പ്രവൃത്തികൾ ഉരിഞ്ഞിടുക. ലോകമോഹങ്ങൾ മുറ്റും പരിത്യജിക്കാം, രാക്കാലം തീരാറായി പകൽ വരുന്നേ. ലോകമോഹങ്ങൾ മുറ്റും പരിത്യജിക്കാം, രാക്കാലം തീരാറായി പകൽ വരുന്നേ. ഇഹത്തിലെ ദുരിതങ്ങൾ സാരമാക്കേണ്ട, മഹത്തായ പ്രതിഫലം നമുക്കുണ്ടല്ലോ. ഈഗത്തിലെ ദുരിതങ്ങൾ സാരമാക്കേണ്ട, മഹത്തായ പ്രതിഫലം നമുക്കുണ്ടല്ലോ.
ദൈവഭയത്തിൽ വിശുദ്ധരായി തീരാം, തൻ വേലയിൽ വർദ്ധിച്ചു വന്നിടാം. ദൈവഭയത്തിൽ വിശുദ്ധരായി തീരാം, തൻ വേലയിൽ വർദ്ധിച്ചു വന്നിടാം. ഉദയ നക്ഷത്രം വാനിൽ വെളിപ്പെടാനായി പ്രഭയേറും പ്രഭാതമേ അടുത്തിടാറായി. ലോകം മുഴുവനും ഘോഷിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതുമായ ഒരു സത്യമാണ് ഈശോ മിശിഹായുടെ ജീവിതവും അദ്ദേഹത്തിന്റെ പഠിപ്പീരുകളും അദ്ദേഹത്തിന്റെ കുരിശീകരണവും മാത്രമല്ല അനിതര സാധാരണമായുള്ള അദ്ദേഹത്തിന്റെ പുനരുദ്ധാനം അല്ലെങ്കിൽ ഉയിർത്തെഴുന്നേൽപ്പ് ഇത്യാദി കാര്യങ്ങൾ. ലോകത്തിൽ പല ശവക്കല്ലറകളും അടച്ചു മൂടിക്കെട്ടിയിരിക്കുകയാണ്. ഞാൻ സാധാരണക്കാരുടെ കാര്യമല്ല പറഞ്ഞത്, മഹാന്മാരായ നിരവധി ആളുകൾ ഇവിടെ മരിച്ചു മൺമറഞ്ഞു. ഇപ്പോൾ ജാനകി അമ്മയുടെ ശവസംസ്കാരം രാജസപ്രൗഢിയോടുകൂടി നടന്നു കഴിഞ്ഞു. അങ്ങനെ എത്ര 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 ശവസംസ്കാര ശുശ്രൂഷകൾ. അതിനുശേഷം അവിടെ സ്മരണകൾ പണിയുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ അവരുടെ ഒരു സ്മാരകം ഇപ്പോൾ തിരുവനന്തപുരത്ത് പടുത്തുയർത്തുവാൻ തീരുമാനമായി കഴിഞ്ഞതായി ഞാൻ അറിഞ്ഞു. അങ്ങനെ ലോകത്തിൽ എവിടെ ചെന്ന് നോക്കിയാലും പേരെടുത്ത പ്രഗത്ഭന്മാരുടെ വിഖ്യാതമായിരിക്കുന്ന ശവക്കല്ലറകൾ ഉൾക്കൊള്ളുന്ന സെമിറ്ററികളുണ്ട്. ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ ചെന്നാൽ അത്തരത്തിലുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുടെ ശവക്കല്ലറകൾ കാണാം. തമിഴ്നാട്ടിൽ പോയാൽ അവിടെ അണ്ണാദുരൈയുടെ ശവസംസ്കാരം നടത്തിയതിനു ശേഷം മാർബിൾ കൊണ്ട് അവിടെ പണിത് ഉയർത്തി വച്ചിരിക്കുന്ന ഒരു ശവകുടീരം കാണുവാൻ സാധിക്കും. ആ ശവകുടീരത്തിന്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, Here lies the noble heart which can bear everything. ഏതു പ്രശ്നങ്ങളും വഹിക്കുവാൻ ശേഷിയും ശേമുഷിയുമുള്ള മഹാനായ അണ്ണാദുരൈയുടെ ശവകുടീരമാണിത്. ഇവിടെ അദ്ദേഹം വിശ്രമിക്കുന്നു. മരിച്ചു പോയി കഴിഞ്ഞാലും മഹാന്മാരോടുള്ള ബഹുമാനവും ആദരവും നഷ്ടപ്പെടുന്നില്ല. നമ്മളെ സംബന്ധിച്ച് വീണ്ടും അവര് ഉയിർത്തെഴുന്നേറ്റ് വന്നാൽ നന്നായിരുന്നു എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട്. ഇന്ത്യയുടെ ഒന്നാമത്തെ ഗവർണർ ജനറലായിരുന്ന സരോജിനി നായിഡു അണ്ണാദുരൈയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സഹപ്രവർത്തകയായി അദ്ദേഹത്തോടുകൂടെ പ്രവർത്തിച്ചിരുന്ന മഹതിയാണ്. ഇന്ത്യയുടെ ഗാന ഗോകുലമെന്നാണ് അവരറിയപ്പെടുന്നത് സരോജിനി നായിഡു. അണ്ണാദുരൈയുടെ വേർപാട് സരോജിനി നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത ഒന്നായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം അവർ കല്ലറയുടെ അടുക്കിലേക്ക് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, അങ്ങ് മരിച്ചിട്ട് ഇന്ന് 3 നാളായല്ലോ. യേശു ക്രിസ്തുവിന്റെ ഒരു ശവശരീരം അടക്കം ചെയ്ത പാലസ്തീനിൽ അദ്ദേഹത്തിന്റെ ശവക്കല്ലറ ഇന്ന് തുറന്നിരിക്കുന്നത് അങ്ങ് അറിയുന്നില്ലേ? അതുപോലെ അങ്ങ് ഉയിർത്തെഴുന്നേറ്റ് വന്നാലും എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് സരോജിനി നായിഡു കണ്ണുനീർ വാർത്തു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ അണ്ണാദുരൈക്ക് ഉയർത്തെഴുന്നേറ്റ് വരുവാൻ സാധിച്ചില്ല. മഹാനും സാത്വികനും സമാരാധ്യനും മനുഷ്യ സ്നേഹിയുമായിരുന്ന അണ്ണാദുരൈയുടെ ശവക്കല്ലറ ഇന്നും അവിടെയുണ്ട്. എന്നാൽ യെരുശലേമിൽ ചെന്ന് നോക്കിയാൽ അവിടെ ഒരു കല്ലറ കാണാം. ഈ പറയപ്പെട്ട യേശുവിന്റെ കല്ലറയാണ്. എന്നാൽ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് പ്രിയരെ. ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസം തോറും
ആ കല്ലറ കാണുവാനും വണങ്ങുവാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് ഒഴുകി ഒഴുകി അടുക്കുന്നത്. അവിടെ ഒരു ഗൈഡുണ്ട്, ഒരു വഴികാട്ടിയുണ്ട്. അദ്ദേഹം ഈ കാഴ്ചക്കാരെ വിളിച്ചു കൊണ്ടുപോയിട്ട്, നിങ്ങൾ വരുവീൻ, ഈശോ മിശിഹായെ അടക്കിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. അവിടെ കാണിച്ചു കൊടുത്തിട്ട് പറയും, അവനിവിടെ ഇല്ല. ലോക ചരിത്രം പരിശോധിച്ചാൽ അടക്കം കഴിഞ്ഞ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്ഥലം കാലിയാക്കിയ ഒരേ ഒരു വ്യക്തി മാത്രമേ ലോകത്തിലുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകത്തിന്റെ എമ്പാടും ഭക്തന്മാർ ഓടി നടന്ന് ഇതുപോലെ പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കുവാൻ ഒരു വിഷയം ലോകത്തിനുണ്ടായിരിക്കണമെങ്കിൽ അത് യേശുവിന്റെ കല്ലറയാണ്. ആ യേശുവിനെ അവിടെ അടക്കിയത് കൊണ്ട് പാലസ്തീൻ ഒരു പുണ്യസ്ഥലമായി ലോകം ഗണിക്കുന്നു. കാരണം യേശു അവിടെയാണ് ജനിച്ചത്, യേശു അവിടെയാണ് ഓടി നടന്ന് വളർന്നത്. യെരുശലേം ദേവാലയത്തിലാണ് 12-ാം വയസ്സിൽ യേശു പോയി അവിടുത്തെ പണ്ഡിത കുലവര്യന്മാരെ, ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും ന്യായപ്രമാണം പറഞ്ഞ് കൊമ്പുകുത്തിച്ചത്. അതിനെക്കുറിച്ച് പാടുന്നത് ഇങ്ങനെയാണ്: 12-ാം വയസ്സിങ്കൽ യേശുവേ നീ തന്തതള്ളയോടൊരുമിച്ചീശഗേഹം. ഈശഗേഹം എന്ന് പറയുന്നത് പള്ളിയാണ്. തന്തയും തള്ളയും ഒന്നിച്ച് ഈശോ മിശിഹ 12-ാമത്തെ വയസ്സിൽ പള്ളിയിൽ പോയ കാര്യമാണ് പാട്ടുകാരൻ പാടുന്നത്. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ തന്തതള്ളയോടൊരുമിച്ചീശഗേഹം. സമ്പ്രതി പതിച്ച വീട് കണ്ട ശാസ്ത്രി വര്യരോട്, സമ്പ്രതി പതിച്ച വീട് കണ്ട ശാസ്ത്രി വര്യരോട് നർമ്മഭാഷണം നടത്തിയേ മോദിച്ചു നീ സിയോൻ മണവാളനെ, മോദിച്ചു നീ സിയോൻ മണവാളനെ. ഈ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ ചോദ്യം ചെയ്ത് കൊടുക്കുവാൻ ആകുന്നത് പരിശ്രമിച്ചു. പക്ഷെ അവര് തൊടുത്തുവിട്ട എല്ലാ ചോദ്യശരങ്ങളുടെയും മുന യേശു ദേവൻ ഒടിച്ചു കളഞ്ഞു. അവരത്ഭുതപ്പെട്ടു പോയി. ഈ തച്ചന്റെ മകനായ ഈ കൊച്ചന് എന്തു കൊച്ചു വർത്താനമാണ് ഈ പറയുന്നത്? ഇവൻ പറയുന്നത് ശാസ്ത്രമല്ലേ? ശാസ്ത്രമറിയാത്ത ഈ ചെറുക്കൻ കൊച്ചുവായിൽ എന്താണ് ഈ വലിയ വർത്തമാനം പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹംബരക്കുകയാണ്. സമ്പ്രതീപതിച്ച അവിടെ കണ്ട ശാസ്ത്രി വര്യരോട് ന്യായപ്രമാണത്തിലെ ആഴമായ സത്യങ്ങളെ കുറിച്ച് യേശു ചോദിച്ചിട്ട് അവർക്ക് ഉത്തരം പറയുവാനുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അന്തം വിട്ടുപോയി. ഇവൻ യാക്കോബ്, യോസെ, യോഹന്നാൻ എന്നിവരുടെ സഹോദരനും തച്ചനായ ജോസഫിന്റെ മകനുമായ കൊച്ചനല്ലയോ എന്ന് പറഞ്ഞിട്ട് അവർ വിയർത്ത് കുളിച്ചു. പ്രിയരെ, യേശുവിനെ പോലെ ഒരാളെ ജീവിച്ചിരുന്നില്ല. 12 വയസ്സിൽ നമ്മൾ യേശുവിനെ അവിടെ കാണുന്നുണ്ട്. അവൻ മടങ്ങി തൻ്റെ മാതാവും പിതാവുമായിട്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വേളയിൽ പെട്ടെന്ന് ഈശോയെ കണ്ടില്ല. പിന്നെ നമ്മൾ ഈശോയെ കുറിച്ച് കാണുന്നതും പഠിക്കുന്നതും 18 വർഷം കഴിഞ്ഞ ശേഷം യോഹന്നാൻ ബാപ്റ്റിസ്റ്റിന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാനായിട്ട് യോർദാൻ കൂലം കുത്തി ഒഴുകുമ്പോൾ ആ കലക്ക വെള്ളത്തിലേക്ക് ഇറങ്ങി മന്നം ഒരു കുഞ്ഞാടിനെ പോലെ യോഹന്നാൻ ബാപ്റ്റിസ്റ്റിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നവനായിട്ടാണ് കാണുന്നത്. ഈ 18 കൊല്ലം യേശു ക്രിസ്തു എവിടെയായിരുന്നു എന്നുള്ളത് അന്നും ഇന്നും വേദപണ്ഡിതന്മാരുടെ ഇടയിൽ, ഈ വേദപണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ യേശുവിനെ ധ്യാനിക്കുകയും യേശുവിൻ്റെ ചരിത്രത്തിൽ ഊളിയിട്ടിറങ്ങിൽ സത്യസന്ധതയോടെ അവനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നവരുടെ കാര്യമാണ്. അല്ലാതെ എന്തെങ്കിലും വായിച്ചിട്ട് മനസ്സിൽ കാണുന്ന, വായി തോന്നുന്ന
നേരും നിറയുമില്ലാതെ, വാലും വകുപ്പുമില്ലാതെ, എത്തും പിടിയുമില്ലാതെ വലതുമൊക്കെ പറയുന്ന പണ്ഡിതന്മാർ ഇന്ന് ധാരാളമുണ്ട്. അവരവസരം പോലെ പാപം ചെയ്യും. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. വലിയ എഴുത്തുകാരുണ്ട്, വലിയ വലിയ പണ്ഡിത ശിരോമണികളുണ്ട്, വലിയ പ്രസംഗ പടുക്കളുണ്ട്, രചയിതാക്കളുണ്ട്. അവസരം പോലെ പാപം ചെയ്യുന്നവരാണ് അവരെല്ലാം. അങ്ങനെയാണ് ഇന്നത്തെ പണ്ഡിതന്മാര്. ഞാൻ അവരെ കുറിച്ച് കൂടുതലായി ഒന്നും പറയാതെ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ യേശുവിൻ്റെ പഠിപ്പിക്കലും യേശുവിൻ്റെ ജീവചരിത്രവും ഏതൊരു ബുദ്ധിജീവിയെയും അത്ഭുതപരതന്ത്രനാക്കത്തക്ക വിധത്തിലാണ്. യേശുവിൻ്റെ ജനനം തന്നെ അത്ഭുതമായിരുന്നു. ഞാൻ പ്രസംഗിക്കുന്ന ഇടത്ത് പലതും അത് പറയാറുണ്ട്. പൊതുവെ ഇന്നത്തെ ബൈബിൾ സ്കൂളുകാരും ഇന്നത്തെ പള്ളിക്കാരും പട്ടക്കാരും ഐമേനികളൊന്നും അത് പഠിക്കാറില്ല, പറയാറില്ല. യേശുവിനെ കുറിച്ചുള്ള പ്രത്യേകത താൻ ജനനം കൊണ്ടും മരണം കൊണ്ടും ആശ്ചര്യപരതന്ത്രരാക്കുന്നവനാണ്. യേശുവിൻ്റെ പ്രസവത്തെക്കുറിച്ചൊരു പ്രവചനം ഇന്നത്തെ ബൈബിൾ പണ്ഡിതന്മാർ ശ്രദ്ധിക്കാത്തത് ഞാൻ പലയിടത്തും പ്രസംഗിക്കാറുണ്ട്. യെശയ്യാ പ്രവാചകൻ എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവാചക ഗ്രന്ഥം എടുത്തിട്ട് 66-ാം അധ്യായം നോക്കിയിട്ട് 6, 7, 8 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ മാനവരാശിയെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവചനം അവിടെയുണ്ട്. അത് വാഴ്ത്തപ്പെട്ട ഈശോ മിശിഹായുടെ പ്രസവത്തെ കുറിച്ചായിരുന്നു എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ പല പിശാചുക്കളും എന്നെ എതിർക്കുവാൻ വന്നിട്ടുണ്ട്. പക്ഷേ തിരുവചനത്തിന്റെ മുന്നിൽ അവർ കൊമ്പ് കുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നോവ് കിട്ടും മുൻപേ അവൾ പ്രസവിച്ചു, വേദന വരുന്നതിന് മുൻപേ അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ഇങ്ങനെയുള്ളതൊരു സംഭവം ആര് കേട്ടിട്ടുള്ളൂ? ഇങ്ങനെ എവിടെയെങ്ങാനും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിൽ ഇത് എഴുതാൻ പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ വേറൊരു പ്രസവത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 6, 7, 8, 9 എന്നീ വാക്യങ്ങളിൽ നിന്ന് വീട്ടിലിരുന്ന് വായിക്കുക. അവിടെ പറയുന്നു മറ്റൊരു പ്രസവം. അതിന് തൊട്ട് താഴെ അത് വേദനയോടെ അലമുറയിട്ടുകൊണ്ടുള്ളൊരു പ്രസവമാണ്. തൊട്ട് താഴെ പറയുന്നത് 2 പ്രസവങ്ങളെ കുറിച്ച് അടുപ്പിച്ച് ദൈവാത്മാവ് വിളംബരം ചെയ്തിട്ടുള്ള ഒരു വേദഭാഗം ലോകത്തിൽ ബൈബിളിൽ അല്ലാതെ എങ്ങും കാണില്ല. അവിടെ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പ്രസവം. നിങ്ങൾ വായിച്ചാൽ കാണാം. ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിന് ഇന്നും എന്നും യേശുവിനെ പോലെ തന്നെ ഒരു അത്ഭുത വിഷയമായിരിക്കുന്നു. ലോകത്തിൽ നിന്ന് 2 അത്ഭുതങ്ങളേ ഉള്ളൂ. ഒന്ന് ഇസ്രായേൽ, മറ്റൊന്ന് യേശു. ഇവിടെ ഇസ്രായേലിനെ മാതാവായി സങ്കല്പിച്ചിരിക്കുകയാണ് പ്രവാചകൻ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ ഇസ്രായേൽ കന്യക പ്രസവിക്കുന്ന ഒരു ആൺകുട്ടിയെ കാണാൻ സാധിക്കും. ആൺകുട്ടിയല്ല ഈ ആൺകുട്ടി, ഇത് ദൈവപുത്രനായ യേശുവാകുന്ന ആൺകുട്ടി. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതാവായ ഇസ്രായേൽ, അവരുടെ പ്രസവം കൂടെ കുറിച്ച് അതിനടുത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ അത്ഭുതമാണ്. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ ഈ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അതേ സ്ത്രീയുടെ മുൻപിൽ നിൽക്കുന്ന കാഴ്ച അവിടെ കാണാം. അത് ഇന്നത്തെ ലോകരാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ ഹിംസിച്ച് കളയുവാൻ അന്നു മുതലേ തുടങ്ങിയ പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ദൈവോധനത്തിന്റെ വലിയൊരു മാർമിക സത്യമാണ്. എന്നാൽ ഇസ്രായേൽ കന്യക നോവ് കിട്ടി പ്രസവിക്കുന്ന ഒരു കാലം വരും.
അതേതാണ്ട് അത് ഭാഗികമായി നിവർത്തിച്ചു കഴിഞ്ഞു. 1948 ഏപ്രിൽ മാസം 14-ാം തീയതി അർദ്ധരാത്രി യഹൂദ രാഷ്ട്രം, ഇസ്രായേൽ രാഷ്ട്രമുണ്ടായ കാര്യം നമുക്കറിയാം. അതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന ദിവ്യപുരുഷനെ മറിയ പ്രസവിക്കുന്നതായിട്ട് എഴുതിയിരിക്കുന്നത്. മറ്റത് ഇസ്രായേൽ കന്യകയായിരിക്കുമ്പോൾ ഇത് മറിയയാണ്. മറിയയുടെ അന്നത്തെ പ്രസവം എന്ന് പറയുന്നത് ദൈവത്താൽ ഉത്ഭൂതമായിരിക്കുന്ന ഈ വിശുദ്ധ പ്രജയെ പുരുഷ സ്പർശം കൂടാതെ, സ്ത്രീയുടെയോ പുരുഷന്റെയോ ഇഷ്ടം കൂടാതെ മറിയ പ്രസവിച്ചു എന്ന് നമ്മൾ വായിക്കുന്ന സംഭവമാണ്. ഇത് രണ്ടും വ്യത്യാസപ്പെടുത്തി വേണം നാം പഠിക്കാൻ, ഇല്ലെങ്കിൽ പാപം കിട്ടും. നമ്മുടെ കർത്താവിനെ പ്രസവിക്കുന്ന വേളയിൽ കന്യമറിയവിന് പ്രസവവേദന ഉണ്ടായതായിട്ട് വേദപണ്ഡിതന്മാര് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഈ ഗ്രന്ഥം എഴുതിയ ആൾ വലിയൊരു തിയോളജിയനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ലൂക്കായുടെ സുവിശേഷത്തിലാണ് ഈ സത്യം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു തിയോളജിയനായ തിയോഫിലോസിന് ലൂക്കാസ് എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ശ്രീമാനായ തിയോഫിലോസേ, ഇതുവരെയുള്ള യേശുവിന്റെ ചരിത്രം പലരും എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സൂക്ഷ്മമായി ചരിത്രമൊക്കെ പഠിച്ചിട്ട് യേശുവിന്റെ ഒരു അത്ഭുതകരമായിരിക്കുന്ന ചരിത്രം ഞാൻ എഴുതുവാൻ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ അത് എഴുതിയത്. അങ്ങനെ എഴുതി വരുമ്പോൾ താൻ എഴുതി വച്ചിരിക്കുകയാണ് യേശുവിന്റെ പ്രസവത്തെ കുറിച്ച് അവിടെ കാണാൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രാരംഭ ഭാഗത്ത് തന്നെ നിങ്ങളത് വായിക്കൂ പ്രിയരെ. അവരവിടെ ഇരിക്കുമ്പോൾ മറിയയ്ക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവിടെ ശിശുവിനെ പ്രസവിച്ച് പശുത്തൊട്ടിയിൽ കിടത്തി. എല്ലാം വിശദീഭവിച്ചെഴുതിയ, എല്ലാം വിശദമായി പഠിച്ച് കൂലങ്കഷമായി അന്വേഷണങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം ശ്രീമാനായ തിയോഫിലോസിന് എഴുതുമ്പോൾ ഗംഭീരമായി ആരംഭം കുറിക്കുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിന്റെ പ്രസവത്തെ കുറിച്ച് എഴുതുവാനായിട്ട് ലൂക്ക തൂലി കയ്യിൽ എടുത്തപ്പോൾ താഴെ വെച്ച് കളഞ്ഞു. പെട്ടെന്ന് അവിടെ വന്നപ്പോൾ താൻ എന്തെഴുതി വെക്കും? താൻ പ്രവാചക ഗ്രന്ഥം വായിച്ചവനാണ്. ഈശോയെ പ്രസവിക്കുന്ന സമയത്ത് അവന് പ്രസവവേദന ഉണ്ടാകുകയില്ല മറിയയ്ക്കെന്നും, നോവ് കിട്ടും മുൻപേ, വേദനപ്പെടും മുൻപേ അവൾ പ്രസവിക്കുമെന്നുള്ള സത്യം പരിശുദ്ധാത്മാവ് ലൂക്കായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹം ഭർത്താവായ ജോസഫ് സൂതികർമ്മിണിയെ അന്വേഷിച്ച് ഓടിയതായിട്ടോ, കന്യമറിയാമിന് പ്രസവവേദന കൊണ്ട് ഈറ്റുനോവ് ആരംഭിച്ചോ എന്നൊന്നും എഴുതിയില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ലൂക്കോസേ, നീ അബദ്ധമൊന്നും എഴുതി പിടിപ്പിക്കല്ലേ. പാപമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാണ് അവൻ. വലിപ്പവും ദിഗവുമുള്ള വേറൊരു പാത്രത്തിൽ സ്ത്രീയുടെയോ പുരുഷന്റെയോ ഇഷ്ടം കൂടാതെ ജനിച്ചവനാണെന്ന് നീ മനസ്സിലാക്കണം ലൂക്കായെ എന്ന് പറഞ്ഞിട്ട് അവളെ കുറിച്ച് ഒന്നും എഴുതാതെ ലൂക്ക വിട്ടുകളഞ്ഞു. നോക്കുക, അത്ഭുതകരമായ ജനം. പ്രസവവേദനയില്ലാതെ, ഈറ്റുനോവില്ലാതെ, സൂതികർമ്മികളൊന്നും സ്ഥലത്തില്ലാതെ പ്രസവിച്ച അത്ഭുതകരമായി പ്രസവം കൊണ്ട് തന്നെ ഈശോ മഹാനല്ലേ. തിരുവെഴുത്തുകളിൻ പ്രകാരം ഈശോ ജനിക്കുകയും തിരുവെഴുത്തുകളിൻ പ്രകാരം ഈശോ ഇവിടെ ജീവിച്ച് തിരുവെഴുത്തുകളിൻ പ്രകാരം പഠിപ്പിച്ചു നമ്മളെ. ആ കൂട്ടത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, വൈകുന്നേരം വരെ പ്രസംഗിച്ചാൽ തീരുകയില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈശോ ഈ ലോകത്തിൽ ജീവിപ്പാനല്ല വന്നത്. അദ്ദേഹം തന്റെ ശുശ്രൂഷ നിർവഹിച്ചതിന് ശേഷം തിരുവെഴുത്തുകളിൻ പ്രകാരം റോമാ പട്ടാളക്കാരാൽ കൊല്ലപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ വിധി അനുസരിച്ച് മനുഷ്യകുലത്തിന്റെ പാപമെല്ലാം വഹിക്കുവാൻ ആരുമില്ലാതിരുന്ന ഈ ലോകത്തിൽ ഈശോ സ്വന്തം
ശരീരത്തിൽ മനുഷ്യന്റെ പാപമെല്ലാം വാഹിച്ചെടുത്തുകൊണ്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം നാം മരിക്കുകയും മൂന്നാമത്തെ ദിവസം റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പ്രിയരെ, അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങൾ ഈശോ അനുഭവിച്ച വേദനകൾ, മനുഷ്യരാശിയുടെ പാപം മറയ്ക്കുവാൻ, പൊറുക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ലാഞ്ഞ സന്ദർഭത്തിൽ യേശുവേദൻ അതേ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് ഗെത്സമന ആരാമത്തിൽ വെച്ച് ദൈവം തന്റെ പുത്രനെ പാപിയാക്കി പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യരാശിയുടെ പാപമെല്ലാം ഒരു പാത്രത്തിലാക്കി ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത കൊടിയ പാപങ്ങൾ യേശുവിന്റെ മേൽ വെച്ച് നീട്ടി. യേശു അത് വാങ്ങിയിട്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മൂർച്ച അറിയണമെങ്കിൽ മാനസാന്തരം വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഈശോയോട് ഏറ്റുപറയും. ശരിയായ മാനസാന്തരത്തിന്റെ ലക്ഷണം അതാണ്. അന്ന് നമ്മൾ ചങ്കുപൊട്ടി കരയയില്ലേ പ്രിയരെ? ചങ്കുപൊട്ടി കരയാത്ത മാനസാന്തരമല്ല. ഞങ്ങളുടെ സഭാചരിത്രത്തിൽ ഒരു അധ്യായത്തിൽ ഊവത്തൂർ എന്ന് പറഞ്ഞൊരു ഉണർവുണ്ട്. ഏകാട്ടി അതിശയത്തിന്റെ കാലത്ത് നടന്ന ഉണർവ് സമയത്ത് അദ്ദേഹം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ടായി. ഒരു മനുഷ്യന് പാപബോധമുണ്ടായിട്ട് 2 കുടം വെള്ളം കുടിച്ചു തീർത്തു. പ്രിയരെ, പാപബോധം എന്ന് പറഞ്ഞാൽ പാപബോധം ഇന്ന് ആർക്കും ഇല്ലെന്നേ. ഇന്ന് നടക്കുകയാണ് വേദപുസ്തകം എടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുവാൻ. ഒരുവൻ യേശു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അവന്റെ പാപമെല്ലാം യേശു ക്ഷമിച്ചു തരുമ്പോൾ അതിനു മുൻപായി അവനൊരു പാപബോധമുണ്ടാകും. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യ നിലവിളി പോലെ അവൻ നിലവിളിക്കും. ദൈവത്തിന്റെ മുൻപിലെല്ലാം ഏറ്റുപറഞ്ഞ്, കർത്താവേ, എന്റെ പാപമെല്ലാം കാൽവറിയിൽ അങ്ങ് എനിക്ക് വേണ്ടി വഹിച്ചുവല്ലോ എന്നോർത്ത് കണ്ണുനീരോടെ ഹൃദയം പൊട്ടി മാനസാന്തരപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഒരുപക്ഷെ പാസ്റ്ററായിരിക്കാം, വലിയ വിശ്വാസിയായിരിക്കാൻ, പ്രസംഗിയായിരിക്കാം. അതിലൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് പാപബോധമുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നമ്മൾക്ക് നമ്മുടെ കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കുന്ന ഈ കർത്താവിനെ ഒരിക്കൽ നമ്മൾ കാണണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളെ ഏറ്റുപറയണം. എൻ്റെ പ്രസംഗം ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ പ്രസംഗിയായിട്ട്, യേശുവിൻ്റെ സാക്ഷിയായിട്ട് ബൈബിൾ സ്കൂളുകളിൽ പഠിക്കുന്ന അധ്യാപകന്മാരാണ്, പാസ്റ്റർമാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പാപബോധം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയണം. കർത്താവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പ്രിയരെ, ഞാനും പാപിയായി. എൻ്റെ കർത്താവിൻ്റെ പാപമെല്ലാം ക്ഷമിച്ചു തന്നു. മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ യേശുവല്ലാതൊരു നാമമില്ല എന്നുള്ള ബോധ്യമാണ്. ആ കർത്താവിൻ്റെ കല്ലറയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. 10-20 മണിക്കൂറൊക്കെ കിട്ടിയാലേ ഇത് നിന്ന് പറയാൻ. അതിനുവേണ്ടി ഞാനിവിടെ ഒരുമ്പെടുന്നില്ല. എൻ്റെ പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് യേശുവിന്റെ രക്തത്താലുള്ള കഴുകലും ശുദ്ധീകരണവും വീണ്ടെടുക്കും. നിങ്ങൾ പ്രാപിക്കണം. പ്രാപിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. നമ്മുടെ മുഖം ചൈതന്യമുള്ള ഒരു കമലം പോലെ വികസിച്ച് വിടരും. നമ്മൾ ദുഃഖങ്ങൾ മറക്കും. നമ്മുടെ ഭവനത്തിന്റെ കാര്യം ദൈവം ഏറ്റെടുക്കും. കടഭാരം മാറ്റും. നിന്റെ രോഗം യേശു മാറ്റും. യാതൊരു സംശയവുമില്ല. ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ ഇവിടെ ഇല്ല, അവൻ വരാൻ പോവുകയാണ്. അതിനു മുൻപ് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണവും പ്രാപിച്ച് മുന്നോട്ടിറങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് രോഗങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, അവന്റെ അടിപ്പിണലുകളാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക മാത്രമല്ല,
സകല രോഗങ്ങളിൽ നിന്നും അവൻ നമ്മളെ വിടുവിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. യെരുശലേമിൽ തുറക്കപ്പെട്ട കല്ലറയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത്ഭുതവാനായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കുകയും കാപാലികന്മാരാൽ പീഡിപ്പിക്കപ്പെടുകയും തകർക്കപ്പെട്ട് തരിപ്പണമായി റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര ഏറ്റ കല്ലറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തെങ്കിലും മൂന്നാം ദിവസം കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവിനെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പരിചയപ്പെടുത്തി. എന്റെ പ്രസംഗം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സൗഖ്യമാക്കുകയും എന്തെങ്കിലും രോഗത്താൽ അവർ കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ യേശു അവരെ ഇന്ന് സൗഖ്യമാക്കണമേ. ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം സമയം സാധുവായി എനിക്ക് നിന്ന് സംസാരിക്കാൻ കൃപ തന്നല്ലോ. അങ്ങേക്ക് സ്തോത്രം. എന്നെ കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. എല്ലാവർക്കും ഞാൻ നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് തൽക്കാലം വിടാം.